ഹേ ഗൈസ്, സോ നമ്മളിന്ന് മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോണത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ വേറൊരു മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോണത് ഗൈസ്. വേറൊരു മൈൻക്രാഫ്റ്റ് എന്ന് വെച്ചാൽ വേറൊരു മൈൻക്രാഫ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും അല്ല വില്ലേജ് അല്ലേ ഇത് ഗൈസ്? വില്ലേജ് ഉണ്ട് ഗൈസ്. വില്ലേജ് അല്ലേ നമ്മുടെ തൊട്ട് ബാക്കിലൊരു വില്ലേജ്, തൊട്ട് ബാക്കിൽ ജസ്റ്റ് തൊട്ടതുപോലും ഇല്ല. അതിൻ്റെ മുമ്പേ വില്ലേജ് എത്തി. ഒന്ന് കളി ഒരു മിനിറ്റ് പോലും ഇല്ല. അതിൻ്റെ മുമ്പേ വില്ലേജ് ഉണ്ട്. ടെംപ്ലേറ്റ് ഒന്നും എടുത്തില്ല. ഓ സൂപ്പർ എന്താ പണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കുക. ഇവരും നമ്മുടെ സാധാ മൈൻക്രാഫ്റ്റ് ഇല്ല. ഇത് വേറെ ഏതാ? ഇതേപോലത്തെ വീടൊന്നും നമ്മളന്ന് കണ്ടില്ലായിരുന്നു. ഞാൻ എന്തൊക്കെ ഉണ്ടെന്നാലും ഇത് വേറെ ഇതെനിക്ക് പറയേ. പക്ഷേ ഇത് കോസ്റ്റൽ വില്ലേജ് ആണോ എനിക്കറിഞ്ഞു ഗൈസ്. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്. പക്ഷേ ഇത് മൈൻക്രാഫ്റ്റിൻ്റെ പേര് മൈൻക്രാഫ്റ്റ് ട്രെയിൽ എന്നാണ് ഗൈസ്. ഇതിനകത്താണെങ്കിൽ നമുക്ക് ക്രെയിൻ മോഡ് ആക്കാനേ പറ്റത്തില്ല ഗൈസ്. ഇതിനകത്ത് ക്രെയിൻ മോഡാക്കാൻ പറ്റത്തതയില്ല. ഒന്നും പറ്റത്തില്ല. ക്രെയിൻ മോഡ് അല്ലാതെ വേറെ ഒന്നും മൾട്ടിപ്ലെയർ പോലും കളിക്കാറുണ്ട് നമുക്ക് പറ്റത്തില്ല. ഇപ്പം തന്നെ ഒരു കാര്യം നോക്കാൻ വിചാരിക്കുന്നു. മലയാളം മണ്ടക്കയറെന്ന് വിചാരിച്ച നമുക്കൊരു വീടുണ്ടോ? സാഡിൽ കിട്ടിയടാ. ഓ ഗൈസ്, ഫുള്ളായിട്ട് നമുക്ക് സാധനം കിട്ടി. എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഗെയിം എനിക്ക് ഞാൻ പണ്ടെടുത്തതാ. ഇങ്ങനെയല്ല നൈസ്. ഇവിടെ പണ്ട് സാഡൊന്നും ഇല്ലായിരുന്നു. എനിക്കറിയാം, അവിടെ പണ്ട് സാഡൊന്നും ഇല്ലായിരുന്നു. അവിടെ ഗുഹയൊന്നും ഇല്ലായിരുന്നു ഈ പണ്ട്. ഇത് അപ്ഡേറ്റ് ഒന്നാണ്. കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വന്നു ഇതിനകത്ത്. അല്ല എനിക്ക് ജോലി എടുക്കുന്നു. ലെതർ ലെതറിൻ്റെ പണ്ട് ഞാൻ ഗെയിം കളിച്ചത് എനിക്കറിയാം. പണ്ട് അവിടെ വെള്ളമുണ്ടോ? ഇപ്പോൾ ഈ സ്ഥലത്ത് വെള്ളമുണ്ടോ എനിക്കറിയാം. പക്ഷെ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു. നിങ്ങൾ ഫോട്ടോ ഒക്കെ നിങ്ങളെ ലോകം നോക്കണേ. താരായങ്കോളോ? ആ ശരി. ഇപ്പോൾ താരായങ്കോളോ അയ്യോ ഇതിനെ സീലുണ്ടാക്കില്ല, ചോറുണ്ടാക്കിയില്ല. അത് പൊട്ടാ പേടിക്കാൻ പറ്റുന്നില്ലേ? പിടിക്കാൻ പറ്റുമോ? അങ്ങനെ അടിക്കുന്നോ? ഒരു കളർ എന്തൊരു സാധനം ഇത്? സാധനം മനസ്സിലായി. ഒരു മിനിറ്റ് മരം തന്നെ മറ്റേ സ്മൂത്ത് പോലെയൊക്കെ തോന്നുന്നു. അല്ല ഓഫ്ലാങ്ങോ? ഓഫ്ലാങ് പേടിക്കണ്ട ആരും. ഓഫ്ലാങ് റെഡ് കളറിനെ ഉണ്ടാക്കി. ഓ അത് ഇഷ്ടപ്പെട്ടു. എനിക്ക് റെഡ് കളർ ഉണ്ടാക്കി. ഓക്കെ സെറ്റാന്ന് തോന്നേ. ഇത് കാഫിൻ്റെ ടേബിളല്ലേ? ബാക്കി നമ്മൾ വെച്ചേക്കുന്നതെല്ലാം സെറ്റപ്പാണ്. പക്ഷേ 2 സോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഷീലുണ്ടാക്കുന്നതാണ് നല്ലത്. ബക്കറ്റ് ഉണ്ടാക്കുന്നതല്ല, ഷീലുണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ട് കളിക്കുമല്ലേ. പിന്നെ നമ്മൾ പോയി വരും. നമുക്ക് വേറെ വില്ലേജ് അല്ലേ കണ്ടിരിക്കോ? കുതിര അല്ല, ഇത് കൊച്ചു കുതിരയാണ്.
അങ്ങനെ ഒന്നുമില്ല, നമുക്ക് കൊച്ചിൻ്റെ വെച്ചൊന്നും നടക്കാം. വെള്ളം എടുക്കാൻ പറ്റത്തില്ല, വെള്ളം എടുക്കാൻ പറ്റത്തില്ലേ? വെള്ളം എടുക്കാൻ പറ്റത്തില്ല. വെള്ളം എടുത്ത് ഒരു കാലത്ത് മറ്റേ ഇവിടെ ഒരു നല്ല സ്ഥലം കേസ്, ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ഓ അതിൻ്റെ മുകളിൽ ഒരു വില്ലേജ് ഉണ്ടോ? അത് നമ്മൾ കയറി വില്ലേജാ, എനിക്കറിയാതെ നമ്മൾ കയറി വില്ലേജാ. അങ്ങനെ അയൻസോൾ നമ്മൾക്ക് ഇതും കൂടിയാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഈ മൈൻക്രാഫ്റ്റ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഇനി കുറേ അപ്ഡേറ്റ് ഒക്കെ വന്നു. ഞാൻ സാഡിലൊന്നും എൻ്റെ ആ വീട്ടിൽ കണ്ടിട്ടില്ലേ, ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. പുതിയ അപ്ഡേറ്റ് വന്നു, കൊള്ളാം ഗൈസ്, പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു ഇതിനകത്ത്. അതാണ് ഗൈസ്, നിങ്ങൾ എൻ്റെ ലോകം നോക്കിയാൽ നേരത്തെ ഒരു മറ്റേ ഗ്യാസ്റ്റാ അതിൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു ഇതിനകത്തിരുന്നത്. പക്ഷേ ഇപ്പോഴാ ലോകത്തിൻ്റെ ഫോട്ടോ മറ്റേ അയങ്കോളാ അതെങ്ങാണ്ടിരിക്കുന്ന ഫോട്ടോ. അയങ്കോളല്ല, മറ്റേ കൊച്ചയങ്കോളം, എന്തോ ഒരു കോപ്പർ എൻകോട്ടിൻ്റെ എന്തോ ഒരാൾ, അവൻ്റെ ലോകമാണ് ഗൈസ് ഇപ്പോഴുള്ള. പിന്നെ വെറുതെ കാണി നിൽക്കുക. എന്താണെന്നാ ഒരു അടി വരട്ടെ, പോയിരുന്നു ആ പോന്നു ഞാൻ ഇന്നോട്ടോ. അല്ല ഇവിടെ വീട്ടുണ്ടായിരുന്നോ മൊത്തം ഇപ്പം നമ്മൾ നശിപ്പിച്ച്. എന്തോ ഇരുന്ന് പൊട്ടാറ്റോ എടുത്താൽ മതിയാ? പൊട്ടച്ചി നമ്മുടെ അവിടെ മണ്ടയിലുണ്ടായിരുന്നു. അവിടെ അത് എടുത്തോണ്ട് വരണ്ടായിരുന്നു നല്ലത്. എടുത്തോണ്ട് വരുന്നതാണ് നല്ലത്. മറ്റേ എന്തുവാ അത്, നമുക്കിതിനകത്തൊരു ഫാം ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമുക്കൊരു ഫാം അല്ലെങ്കിൽ വീടുണ്ടാക്കിയാലേ, ഒരു വീടങ്ങ് ഉണ്ടാക്കണം. നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു വീടുണ്ടാക്കുന്ന സ്ഥലം. ഓക്കെ, നമ്മൾ സ്ഥലം തപ്പി കണ്ടുപിടിച്ചു സ്ഥലം പെട്ടെന്ന് തന്നെ. ഇതാണ് നമ്മുടെ വീടുണ്ടാക്കുന്ന സ്ഥലം. ഇതാണ് കുറച്ചും കൂടി നല്ല സ്ഥലം. മാരേജ് ഒരു വീടുണ്ടാക്കുന്ന ആളൊക്കെയാണ് ഇത് കയറി വരുന്നത്. ഫാമിലി കുറച്ചും കൂടി നല്ല വീടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമാവത്തില്ലേ? എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് അണ്ടവരം ഉണ്ടാക്കിയാണ് ഇഷ്ടം. നിങ്ങൾക്കെന്താ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് പറയേ. ഞാൻ കമൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്താ ഇവിടെ ഗ്രാസ് ബ്ലോക്കാണ്? ഇതിനെയാണ് വ്യത്യാസമുണ്ടോ? ഇന്നത്തെ ഡാറ്റ അല്ല കല്ല് അതൊന്നും ഡാറ്റ അല്ല സ്റ്റോണ്. നമുക്ക് സ്റ്റോണും കൂടി പൊളിച്ച് കഴിയുന്നത് ഇവിടെയാണ് നമുക്ക് അടിയിലോട്ട് പോകുന്നില്ല. അതല്ലാതെ ഒരു അടിയിലോട്ട് പക്ഷേ ഒരു ഞാനിതുണ്ടാക്കി ബക്കറ്റ് ഉണ്ടാക്കി എന്ത് ചെയ്യാൻ ബക്കറ്റാക്കി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പോകാം. ഇത്ര സ്പീഡുള്ളൊരു സോളല്ലേ എന്തോ ഷവലുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നെതറൈറ്റ് പിക്കേഴ്സിൻ്റെ അത്ര ശക്തിയുള്ളൊരു ഷവലുണ്ടായിരുന്നില്ല. ഞാൻ എടുത്ത് വെക്കില്ല നെതറൈറ്റ് പിക്കാക്സ് അല്ല, നെതറൈറ്റ് ഷവല്. അത് ഉണ്ടാക്കാൻ സിമ്പിളല്ലേ, അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ കുറേ പ്രാവശ്യം യൂട്യൂബ് അടിച്ചു നോക്കി, എന്നിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ആണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ. ഇതെല്ലാം കൂടി പോയാലോ? വേണ്ട അലമ്പെടുക്കണ്ട. ഇനി നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റെപ്പ് പോലെ ഒരു സാധനമാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം ഇത്ര മതി. അല്ല നമ്മളതിൽ കുറച്ച് കോപ്പിസ്റ്റോൺ. അയ്യോ അങ്ങനെ ഒരു സാധനമില്ല. എൻ്റെ പിക്കാക്സ് എടുത്ത് പിക്കാക്സ് എടുത്തിനകത്ത് ഓടുന്നു. എൻ്റെ പിക്കാക്സും കാർഡിലും ഒക്കെ ഇവിടെ ഇരിക്കുന്നു. പിന്നെ എന്തോ ചെയ്യുന്നത്? ഇപ്പം തന്നെ ഒരു മേൽക്കൂര ഉണ്ടാക്കുന്നു. ഇപ്പം തന്നെ മേൽക്കൂര ഉണ്ടാക്കിയിട്ട് വേണം എൻ്റെ വീട് സെറ്റപ്പ് ആവാൻ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡാറ്റ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇത്ര വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ആണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് തോന്നും, പക്ഷെ തോന്നത്തില്ല. എൻ്റെ പൊന്നെ രാത്രി ഇത്ര മതിയാ? ശരി 15 ഒരു 30 മതിയാണ്. അപ്പോൾ നമുക്ക് ഡാറ്റ വെച്ച് മൂടുന്നതായിരുന്നു നല്ലത്. അല്ല കല്ല് വെച്ച് മൂടുന്നതായിരുന്നു നല്ലത്. ഇത്രയും പോരെ. നമ്മുടെ മേൽക്കൂരയും സെറ്റ് അങ്ങനെ സെറ്റപ്പായി നമ്മൾ മേൽക്കൂര. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെക്കാം ഗൈസ്. നമ്മുടെ വീട് പറയാമെന്ന് അറിയാൻ വേണ്ടിയാണ് ഗൈസ്. ബാക്കിയുള്ള നമുക്ക് ഡാറ്റ അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല, നമുക്ക് ഡാറ്റ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും തന്നെയല്ല ഗൈസ്.
കൊള്ളാം. ഇപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായി. പിന്നെ നമുക്ക് ഇവിടെ കുറേ സെറ്റിങ്സ് ഒക്കെ ചെയ്യണം. ബ്രൂയിൻ സ്റ്റാൻഡ് വെക്കണം. അതൊക്കെ വെക്കണം ഗൈസ്. ബ്രൂയിൻ സ്റ്റാൻഡില്ലാതെ എന്തോ ചെയ്യാം നമുക്ക്. ബ്രൂയിൻ സ്റ്റാൻഡുള്ളല്ലേ വല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്രൂയിൻ സ്റ്റാൻഡ് ഇവിടെ കണ്ടുണ്ടല്ലോ. ബ്രൂയിൻ സ്റ്റാൻഡ് കിട്ടി. പിന്നെ നമ്മൾക്ക് എന്തൊക്കെ വേണം? ചെസ്റ്റ് എടുക്കുന്ന മുമ്പേ നമ്മൾക്കൊരു പണി ചെയ്യണം ഗൈസ്. ബെഡ് എടുക്കണം. വൈറ്റ് ബെഡ് ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ബെഡ് മതി. ഇവിടെ എൻ്റെ ഉറക്കത്തിൻ്റെ മുമ്പേ അവൻ കിടന്ന് ഉറങ്ങുന്നു. പിന്നെ എനിക്ക് ഉറങ്ങണ്ടേ? ആവശ്യത്തിന് ഇവിടെ ഇരുന്നു. ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ കയറി നമ്മൾ ബ്രൂയിൻ സ്റ്റാൻഡ് അല്ല ഗോൾഡൻ ബെഡ് ഉണ്ടോ ഇവിടെ? ഗോൾഡൻ ബെഡ് ഉണ്ടായിരുന്നെങ്കിൽ സിമ്പിളായിരുന്നു കാര്യം. ഒരു വീട്ടിലുണ്ട് ഈ സ്പൂൺ ബെഡ്, പക്ഷേ ഇവിടെ ഗോൾഡൻ ബെഡ് ഇല്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് നമ്മൾ വീടൊക്കെ മനസ്സിലാവും. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഉണ്ടാക്കാം. നമുക്ക് പറഞ്ഞു നമ്മളെ ബെഡെന്ന് വെച്ചാൽ നടുക്കിരിക്കണം ഗൈസൊക്കെ. നടുക്ക് നമ്മളെ ബെഡ് ഇരിക്കുന്നു. അല്ല ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം ഗൈസ്. എനിക്ക് ഞാൻ അയച്ചു തരാം. ഇറക്കി തന്നെ ചെയ്യുവാണ്ടോ കാര്യം. അയ്യോ റെസ്പോൺസ് സെറ്റ് ചെയ്തില്ലല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല, ഇത്ര മതിയെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഹെൽത്ത് പോയി, പക്ഷേ അത്രയും ഹെൽത്തൊന്നും പോയില്ല. ഇത്രയും മണ്ടയിൽ നിന്ന് ചാടി കിട്ടും. അപ്പോൾ ഇത്ര മണ്ടയിൽ നിന്ന് ചാടിയാലോ? ഒരു പകുതി ഹെൽത്ത് പോലും പോയില്ല. ഇത്ര മുടക്കിന് ചാടിയിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഗോൾഡൻ ബെഡ് ഉണ്ടോ അത് സാധാ ബെഡ്? അല്ല, അത് റെഡ് ബെഡ് മതി യേസ്. എനിക്ക് റെഡ് കളർ ബെഡ് മതി. ഇവിടെ എങ്ങാണ്ടൊരു വീടുണ്ടല്ലോ യേസ്. അല്ല ഇത് ബോൺസേണ്ടുള്ള വീടല്ല. ആ വീട്ടിൽ നിന്നാണ് നമ്മൾ പൊളിച്ചെടുത്തത്. അല്ല, നീ മറ്റേ കഷ്ടം തരുന്ന ആളാണ്, എനിക്കറിയാം. ഇവിടെ എന്താ ഗോൾഡൻ ബെഡ് കിട്ടിയ ഗോൾഡൻ ബെഡ് കിട്ടി. ഗോൾഡൻ ബെഡ് കൊള്ളാം. ഗോൾഡൻ ബെഡ് കിട്ടി. നമ്മളെ വീട്ടിൽ കൊണ്ട് വെക്കല്ലോ. അതും തീട്ടം വെച്ചോണ്ട് നമ്മൾക്ക് വല്ലോ ചെയ്യാലോ. ഓക്കെ, നമ്മളെ വീട് തരണ്ടേ? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചാടി കിടക്കാം ഗൈസ്. കാരണം നമ്മളെ ഹെൽത്തൊന്നും അത്രയും പോകത്തില്ല. അതാണ് ഗൈസ് പുതിയ അപ്ഡേറ്റ്. വെള്ള ബെഡിൻ്റെ അപ്പുറത്ത് ഗോൾഡൻ ബെഡ്. ഇത് നമ്മളെ ബെഡ്, ഇത് നമ്മളെ വില്ലേജിൻ്റെ ബെഡ്. പോയിരുന്നു വില്ലേജിൻ്റെ ബെഡ്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളെ ബെഡിൻ്റെ അടുത്ത്, ഇവൻ്റെ അടുത്ത് നമ്മളെ ബ്രൂയിൻ സ്റ്റാൻഡ് വെക്കുക. അല്ല, അവൻ്റെ അടുത്തൊന്നും നോക്കണ്ട. നമുക്കേ നമ്മളെ വില്ലേജിൻ്റെ അടുത്തൊന്നും നോക്കണ്ട. നമുക്ക് വില്ലേജിൻ്റെ അടുത്ത് ഇത്ര സ്ഥലം വേണമായിരുന്നു. ഇത്ര സ്ഥലമൊന്നും വേണ്ടായിരുന്നു. വേണ്ടായിരുന്നു. ഇവിടെ അങ്ങ് മൂന്നാണ് ഗൈസ്. ഓക്കെ, ഇത്രയും മതി നമുക്ക് സ്പേസ്. അയ്യോ, എന്തുവാ മഴ പെയ്യുന്ന ഇല്ല കൂടെ വെള്ളമൊക്കെ കണ്ട നോക്കിയിരുന്നു നമ്മുടെ ഈ കോഴ്സ് കൊണ്ട് അടുത്ത്. വെള്ളം അതെന്താണെന്നറിയോ ഗൈസ്? നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ വെള്ളം ഒഴിച്ചില്ലേ, അതുകൊണ്ടായിരുന്നു ചിലപ്പോൾ. നമുക്ക് വെള്ളം തേച്ചെടുക്കണം. അലമ്പ് എനിക്കിവിടെ നിന്ന് ഇതാത്ത ചൂടാ. എന്താ കാണിക്കുന്നത്? ഓക്കെ, സെറ്റായി. ഇനി നമ്മൾക്ക് എന്തൊക്കെ വെക്കണം? നമ്മളെ വീട്ടിൽ ചെസ്റ്റ് വെക്കണ്ട. ചെസ്റ്റ് ആവശ്യമില്ല. നമുക്ക് ബാക്കിയുള്ള ചെസ്റ്റ് നമുക്ക് വെക്കാം. പക്ഷേ എന്താ വെക്കണമെന്ന് ആലോചിക്കുവാൻ. എന്താ വെക്കുമെന്നാണ് ആലോചിക്കുന്നത്. ഒരു XP ഫാം ഉണ്ടാക്കിയാലാ? ഭയങ്കര പാടാണ് ഈ XP ഫാം ഉണ്ടാക്കാൻ. XP ഫാം ഉണ്ടാക്കുക. ഒരു 5 സ്റ്റാമ്പ് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയാലേ നമുക്കിതിൻ്റെ ഇവിടെ ഒരു XP ഫാം ഉണ്ടാക്കുന്നതായിരുന്നു നല്ലത്. പക്ഷെ ഭയങ്കര ഹാർഡാണ്. മറ്റേ ട്രാപ്പ് ഡോറൊക്കെ എടുക്കണം. പിന്നെ കോബിൾ സ്റ്റോണൊക്കെ കളക്ട് ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് നെതറിൽ പോകണം ഗൈസ്. നമുക്കൊരു റോയിൻ്റെ പോർട്ടൽ കണ്ടുപിടിക്കണം ഗൈസ്. വെള്ളത്തിൻ്റെ അടിയിലല്ലെങ്കിൽ എങ്ങോട്ടാണെങ്കിലും കാണും ഗൈസ്. നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ഇൻ ദ സീ നമുക്ക് നോക്കാം ഗൈസ്. എക്സ്പ്ലോർ ഇൻ ദ സീ. ഓക്കെ, എക്സ്പ്ലോർ ചെയ്യാം നമ്മളെ സീ.
നമ്മളെ കടൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ശല്യം. നമ്മളെ കടൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണ് പോണത്. പേടി വന്നു ചടം പോകുന്നു. പേടി വന്നു. മറ്റേ സ്ഥലം ഞാൻ മുതലില്ല. ഞാൻ എക്സ്പ്ലോറിൻ്റെ സൈഡ് ക്യാൻസലാക്കി. എനിക്ക് എക്സ്പ്ലോറിൻ്റെ സൈഡ് പറഞ്ഞു. ഞാൻ ക്യാൻസലാക്കി. എനിക്കത് മയ്യ എന്തായിട്ട് പോകാൻ അത് കേട്ടായി മൈൻക്രാഫ്റ്റ് ട്രയൽ കളിക്കുന്നു. എന്തിനാണ് ഈ മൈൻക്രാഫ്റ്റ്? നീയൊക്കെയാണ് എന്താണ് നീ ചെയ്യുന്നത്? ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ഒരു കാര്യം ചെയ്യുന്നതൊക്കെ ഇവർക്കൊന്നും മനസ്സിലാകത്തതുമില്ല. ഇതാണ് സീഡോ ഇല്ല ചേട്ടൻ നോക്ക്. സീഡ് എടുക്കണം. ഈ സീഡ് എടുക്കണം. അത് ഇതിനകത്തോട്ട് ഇടണം. സിമ്പിൾ. ഇവനൊന്നും അറിഞ്ഞൂടാ. ക്യാറ്റും അത് ഇതൊക്കെ ഇട്ട് എന്തോ ചെയ്യാൻ ഈ വില്ലേജൊന്നും ഈ സീഡൊക്കെ എടുത്തിട്ട് വെക്കുന്ന സീഡെല്ലാം ഞാൻ പോയി കൊടുക്കും. എന്തൊക്കെ അയൽ മുകളിൽ എന്താ ഇങ്ങനെ വെച്ച് നമ്മൾ ഒരു സാധനം കിട്ടും. ആ സാധനം കിട്ടുമ്പോഴും നമ്മൾ കണ്ട കക്കൂസി വന്നിരിക്കും. എന്നെ പോലെ വാ കക്കൂസി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ കൊല്ലും. അകപ്പാടെ അവൻ്റെ ചക്കര കുന്തി അത്ര കാണാൻ പറ്റും. ഇപ്പോൾ ഈ വീട്ടിൽ എന്തായാലും 2 വീട് ഒരുമിച്ചാ ഇതിൻ്റെ അടുത്തൊരു വീടുണ്ടാക്കി അണ്ണകരോട് ഉണ്ടാക്കിക്കാനില്ല. നമ്മൾ വീടൊന്നും നോക്കണം. നമുക്ക് ടോർച്ച് വെക്കണം വീട്ടിൽ. സോംബി ഒന്നും വരുമോയെന്ന് എനിക്കാണുണ്ടോ. നമുക്കൊരു സീക്രട്ട് റൂമെല്ലാം ഉണ്ടാക്കണം. സീക്രട്ട് റൂം ഒരു ഡോർ വെക്കണം. ഗോൾഡൻ ബെഡും ഈ ബെഡും നമ്മൾ നടുക്കാണ് ഇരിക്കുന്നത് അല്ല. നമുക്കിങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റും. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ ഹൈക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റും. വൈറ്റ് കളർ സാധനം എന്തോ സാധനം ഫർണസ് ഇത് തന്നെ ഞാൻ ചെന്നത്. ഫർണസ് നമ്മളെ വീട്ടിൽ പൊളിച്ചെടുത്താൽ ഒരു കാര്യമില്ല. നമ്മളെ വീട്ടിൽ നിന്ന് പൊളിച്ചെടുക്കത്തില്ല. എന്തായാലും നമ്മളെ വീട്ടിൽ നിന്ന് പൊളിച്ചെടുത്താൽ നമ്മളെ തന്നെ ഞാൻ കുറ്റപ്പെടും. ഒരു ഫർണസ് പോരെ. ഒരു ഫർണസ് വെച്ച് മതി. ഒരു ഫർണസ് ഉണ്ടാക്കാൻ ഇത്രയും പോരെ. ഇത്ര മതിയെന്ന് ഒരു ഫർണസ് ഉണ്ടാക്കാൻ മതി. ഇത്ര മതി നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കാൻ. ഇനി നമ്മൾ ഇവിടെ ഫർണസ് വെക്കുക. നമ്മൾ ഫർണസ് വെച്ചു. റെഡി നമ്മളെ വീട്. അപ്പോഴേക്കും നമ്മളെ വീട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മളെ വീട് കണ്ടില്ലേ? ഓ എങ്ങനെ ഇരിക്കുക നമ്മളെ വീട് കണ്ടില്ലേ? ബാഗിൽ ഒക്കെ നമ്മളെ വീട്. എന്താ മോനെ സീൻ തന്നെ. എന്താടാ കാണിക്കുന്നത്? ആകപ്പാടെ അവൻ്റെ ചക്കയെ കൊണ്ട് കത്തിര കാണാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം. കളിയാക്കണം. ഇപ്പോഴേ തന്നെ ഞാൻ പറയാം. ഒന്നും കാണിക്കാതെ സ്റ്റീവ്. അപ്പോഴേ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് വീട്ടിൻ്റെ അടുത്തോട്ടാണ്. വീട്ടിൻ്റെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് സേവ് ആൻഡ് എക്സിറ്റ് ചെയ്യാം. അവിടെ എൻ്റെ വീട് ഞാണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സേവ് ആൻഡ് എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ വീടൊക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. നമ്മളെ വീടങ്ങനെ റെഡി. അപ്പോൾ നമുക്ക് സേവ് ആൻഡ് എക്സിറ്റ് ചെയ്യാൻ സമയമായി. എക്സിറ്റ്.